വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. നമ്മുടെ പ്രഗ്നൻസി പീരീഡിന്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പം ഇന്ന് ഡെലിവറിക്ക് കഴിഞ്ഞിട്ട് റിവ്യൂവിന് പോണ ദിവസമാണ്. ഡെലിവറി കഴിഞ്ഞിട്ട് 26 days ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ബേബീനെ ഒന്ന് ഡോക്ടറെ കാണിക്കാനൊക്കെയുണ്ട്. നമുക്കപ്പോൾ വീട്ടിൽ നിന്ന് പോണതിന് മുമ്പ് ബേബീനെ റെഡി ആക്കണേ. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കത്തിൽ നിൽക്കുന്ന സമയമാണ് ബേബി. അപ്പൊ ഇന്ന് നമ്മള് ബേബിനെ ഈ ഡ്രസ്സ് ടീച്ചറിന്റെ കൊണ്ടുപോകാൻ പോണത്. ആൾക്ക് ഗിഫ്റ്റ് കിട്ടിയാലുള്ള ഒരു ഡ്രസ്സ് കണ്ടോ. അപ്പൊ ഇതുവരെ നമ്മള് ബേബിനെ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ ഇടിച്ചിട്ടുള്ളൂ കേട്ടോ. അതായത് ഈ കെട്ടുടുപ്പ് അങ്ങനെയൊക്കെ മാത്രമേ ഇടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഗേളിന്റെ ഡ്രസ്സൊക്കെ ഇടിച്ച് കൊണ്ടുപോകാറ്. നമുക്കപ്പൊ ബേബിനെ യാത്രയാക്കാം. നമ്മള് ഡ്രസ്സ് ഇരിക്കട്ടാ. ഇവിടെ ഒരു കുഞ്ഞു ബട്ടനൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ റെഡി ആക്കുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഹലോ ഹലോ ഹലോ. ഇതിപ്പോ എന്ന് വാങ്ങിയിട്ട് ഉടുപ്പിടണതല്ലേ? ഉമ്മയുടെ ഗേൾബേബിക്ക് എവിടെ എത്തിക്കൊടുത്താലും അതുപോലെ കിടന്നുറങ്ങിക്കോളൂ അല്ലേ. അതാണ് ഞങ്ങളുടെ രാവിലത്തെ അവസ്ഥ. ഞങ്ങളുടെ തറവാട്ടിൽ പോകണം അല്ലേ? അല്ലേ ബേബി? അല്ലേ പിന്നെ? നമുക്കിനി സോക്സ് ഇടാം. സോക്സ് ഇതിലുണ്ടായ കുട്ടിയാണത്. മറ്റേത് അതിലല്ലേ കുട്ടി? അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബേബി ഓൺ സ്ലീപ്പിംഗ്. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോയിൻമെൻ്റ് എടുത്തതിനേക്കാളും ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് വന്ന് നമ്മൾ OP ചീട്ടൊക്കെ എടുത്തു. അപ്പോൾ ഇന്ന് മോൾക്ക് ഹിയറിംഗ് ടെസ്റ്റും കൂടിയുണ്ട്. അപ്പോൾ ഹിയറിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പീഡിയാട്രീഷ്യനെ കാണാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഹിയറിംഗ് ടെസ്റ്റിനായിട്ട് പോവാണ്. അപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് നിന്ന് കുറച്ച് ടൈം എടുത്തിട്ടുള്ളൊരു പ്രൊസീജിയറാണല്ലോ ഈ ഒരു ഹിയറിംഗ് ടെസ്റ്റ് നോക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുത്തു. ഹിയറിംഗ് ടെസ്റ്റൊക്കെ സക്സസ് ആയി. അങ്ങനെ അവിടെ നിന്ന് ഇനി ഡയറക്റ്റ് നമ്മൾ ബേബിയുടെ വെയിറ്റൊക്കെ നോക്കി അതിനുശേഷം നമ്മൾ പീഡിയാട്രീഷ്യനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ട്വിൻ ബേബീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ ബേബിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മോളുടെ ഡോക്ടർ, പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജോർജ്. അപ്പോൾ വളരെ കംഫർട്ടായിട്ടുള്ളൊരു ഡോക്ടറാണ് കേട്ടോ. നമ്മുടെ ആവശ്യങ്ങളും ആകുലതകളും നമ്മുടെ അതുപോലെ ഡൗട്ട്സ് എല്ലാം വളരെ പക്കയായിട്ട് ക്ലിയർ ചെയ്ത് തരുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ നമുക്കതൊക്കെ ടെസ്റ്റും ചെക്കപ്പൊക്കെ കഴിഞ്ഞു.
വേറെ മെഡിസിൻസും കാര്യങ്ങളൊന്നും നോക്കില്ല, നിലവിലുള്ള വൈറ്റമിൻ ഡ്രോപ്സ് ഒക്കെ ഉള്ളൂ. അങ്ങനെ റിവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ വെയിലത്ത് നടന്നു പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനാണ് കേട്ടോ കിൻഡർ ഹോസ്പിറ്റലിൻ്റെ തന്നെ കൊട നമുക്കിത് നമ്മുടെ പാർക്കിങ്ങിലേക്ക് തന്നിട്ടു. അപ്പോൾ മോളെയും കൊണ്ട് വെയിലൊന്നും കൊള്ളാണ്ട് വളരെ സേഫായിട്ട് പോകാനായിട്ട് പറ്റി. അങ്ങനെ നമ്മളിത് എക്സിറ്റിൻ്റെ അവിടെ എത്തി. അങ്ങനെ ഏകദേശം നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ കൂടി പരിചയപ്പെടുത്തി തരാം കേട്ടോ നിങ്ങൾക്ക്. ഡോക്ടറായിട്ടുള്ളൊരു മീറ്റിങ്ങും ലാസ്റ്റ് മീറ്റപ്പ് ഡോക്ടറായിട്ടുള്ളത് നമ്മൾ എന്തായാലും കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.